DreamBakes Delights-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൻകേക്സ്. ഈ പാൻകേക്കിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രഷ് ഫ്രൂട്ട്സോ ഒക്കെ സിറപ്പുകളോ ഒക്കെ യൂസ് ചെയ്ത് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. മുതിർന്നവർക്കാണെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ടോപ്പിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്കും കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പാൻകേക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് നോർമൽ ടെമ്പറേച്ചറിലുള്ള അത് തണുക്കാത്ത പാലെടുക്കാം. അത് ഒരു 200 ഗ്രാം വേണം. ഇനി പാലിലേക്ക് ഒരു 50 ഗ്രാം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 2 മുട്ടയാണ് ഈ റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നത്. അത് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. പാൻകേക്സ് നമുക്ക് ആട്ട യൂസ് ചെയ്തും മൈദ യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. എന്നാൽ ഇന്ന് ഞാനിവിടെ മൈദയാണ് എടുത്തേക്കുന്നത്. ഒരു 180 ഗ്രാം മൈദ എടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് സോൾട്ട്, ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. ഇങ്ങനെ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ഈ എഗ്ഗും മിൽക്കും ചേർന്നിട്ടുള്ള ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നു. കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ അതിനെ ചേർത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഹണി നിർബന്ധമൊന്നുമല്ല, ഓപ്ഷണലാണ്. കുറച്ചുകൂടി ടേസ്റ്റ് ആവാനായിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ ഒലിവ് ഓയിൽ നമ്മുടെ പാൻകേക്സിന് നല്ല കുറച്ചുകൂടെ സോഫ്റ്റ്നെസ്സും നല്ലൊരു ഫ്ലേവറും കൊടുക്കും. ഒലിവ് ഓയിൽ മസ്റ്റല്ല, വേറെ ഏത് വെജിറ്റബിൾ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കോക്കനട്ട് ഓയിൽ ഒഴികെ. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നു. ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം 50 ഗ്രാം മെൽറ്റഡ് ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒത്തിരി തിക്കും അല്ല, എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് നല്ല ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടർ അതിൽ തേച്ച് കൊടുക്കാം. ഓവറായിട്ട് തേക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഈ പാൻകേക്സ് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് പൊങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം സോഫ്റ്റ് ആയിരിക്കുമെന്ന്. ഈ ബാറ്റർ പാനിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒത്തിരി നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ബബിൾസ് വരുന്നതും, എന്നാൽ അതിൻ്റെ ടോപ്പ് ഭാഗം കംപ്ലീറ്റ് ഒന്നും ഡ്രൈ ആവുന്നില്ല. അപ്പോഴത്തേക്കും തന്നെ നമ്മളിത് മറിച്ചിടണം. അല്ലെങ്കിൽ ഇതിൽ ഷുഗറൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ബേൺ ആയിട്ട് പോകും. അതുപോലെ തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടതെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂടി പോയാലും നമ്മുടെ ഈ പാൻകേക്സ് പെട്ടെന്ന് ബേൺ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മളിതിനെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ഇതിനെല്ലാം ഒരേ ഷേപ്പ്, ഒരേ സൈസ് കിട്ടാനായിട്ട് ഞാനൊരു ഐസ്ക്രീം സ്കൂപ്പറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പാൻകേക്സ് പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ സൈസെല്ലാം ഒരുപോലെ ആവാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇനി ഈ ബാറ്റർ വെച്ച് തന്നെ കുറച്ചുകൂടെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്സ് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ നന്നായിട്ട് പഴുത്ത ബനാന ഉണ്ടെങ്കിൽ അതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബാറ്ററിൽ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ബനാന പാൻകേക്സും ചുട്ടെടുക്കാം. മറ്റേ സാധാരണ പാൻകേക്കിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ്. ബനാന പാൻകേക്കിന് പ്രത്യേകിച്ചൊരു അഡീഷണൽ ടോപ്പിങ്ങോ സോസോ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കണ്ടോ, ഇത് പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ബനാന പാൻകേക്സും ചുട്ടെടുക്കാം. പാൻകേക്സ് എല്ലാം നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ പാൻകേക്സ് എല്ലാം റെഡിയായി കഴിഞ്ഞു.
ഞാനിന്നിവിടെ കുറച്ച് സ്ട്രോബെറി എടുത്തിരിക്കുകയാണ്. സ്ട്രോബെറി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്ട്രോബെറിയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണല്ലോ. അതുപോലെ ബനാനായി കട്ട് ചെയ്തെടുത്തേക്കുന്നു. ഇനി ഈ പാൻകേക്സിനെ നമ്മൾ ചൂടോടെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് ആ ചൂടിനും പാൻകേക്കിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ കൂടെ വെച്ച് കൊടുക്കുക. ആ ബട്ടർ ഈ പാൻകേക്കിലേക്ക് മെൽറ്റ് ചെയ്ത് ഇറങ്ങും. അതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഹണി ഒഴിക്കാം, അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇത് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു നല്ല കോമ്പിനേഷനാണ് എൻ്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളത്. ചോക്ലേറ്റ് സിറപ്പ് അതിൽ തേച്ച് കൊടുക്കുന്നു. അതിനുശേഷം ബനാന കട്ട് ചെയ്ത ബനാന വെക്കുന്നു. ഇനി അതിന് വൈറ്റ് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ നമുക്കിത് നുട്ടല്ല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് ചോക്ലേറ്റിൻ്റെ കൂടെ കുറച്ച് ക്രീം കൂടെ ആഡ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ നമുക്കിതുപോലെ ചോക്ലേറ്റ് സിറപ്പ് കിട്ടും. അല്ലെങ്കിൽ റെഡിമെയ്ഡ് ചോക്ലേറ്റ് സിറപ്പാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല പഴുത്ത ബനാനയും ഈ ചോക്ലേറ്റ് സിറപ്പും ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ പാൻകേക്കിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് കുട്ടികൾക്ക് പോലും തനിയെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ റെസിപ്പികളുമായിട്ടും കേക്ക് ഡെക്കറേഷൻ വീഡിയോസും ഒക്കെ ആയിട്ടും ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.